ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 27 നവംബർ 2020 എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബവിളക്ക് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേദിക സി എ കാണാൻ എത്തുന്നു. നീരവിന്റെ കാര്യത്തിൽ വേദിക സി എ സാറിന് കംപ്ലൈന്റ് കൊടുക്കുന്നു. സി എ, എനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ വേണമെങ്കിൽ സമ്പത്തുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കൂ. ഇവിടെ വന്ന് കംപ്ലൈന്റ് തന്നിട്ട് ഒരു കാര്യവുമില്ല. വേദിക, സാർ അങ്ങനെ പറയരുത് സാർ. എൻ്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മോനെ എനിക്ക് വിട്ടുകിട്ടണം. സി എ, സമ്പത്തിനും അയാളുടെ മോനിൽ അവകാശമില്ലേ? നിങ്ങളുടെ മാത്രം മോനല്ലല്ലോ നീരവ്. വേദിക, സർ, സമ്പത്ത് ഇതുവരെ ഇങ്ങനൊരു കസ്റ്റഡി അവകാശവുമായി വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. സി എ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിലാണ് ശരി. അതുകൊണ്ട് നിങ്ങൾ അയാളുമായി സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യൂ. ഇതാ ഈ കംപ്ലൈൻറ്റ് കൂടി കൊണ്ടുപോയിക്കോളൂ. വേദിക വിഷമത്തോടെ സിയുടെ മുറിയിൽ നിന്നും പോകുന്നു. സരസിയമ്മ രാത്രി ആരും കാണാതെ ലാൻഡ് ഫോണിൽ നിന്നും ശരണ്യയെ വിളിക്കുന്നു. ശരണ്യ, ആ അമ്മ പറയമ്മേ. സരസിയമ്മ, മോളെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. സിദ്ധുവുമായി പിരിയാൻ പോയിട്ട് സുമിത്രയുടെ നെകളപ്പിന് ഒരു കുറവുമില്ല. ഇനി പുതിയ കട തുടങ്ങാൻ പോവുമല്ലേ. അവളെ താങ്ങാനും ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ നെകളിപ്പാ അവക്ക്. ശരണ്യ, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ആരാ അവളെ താങ്ങുന്നത്? സരസിയമ്മ, നിന്റെ ഭർത്താവ് തന്നെ അവളെ താങ്ങുന്നത്. സുമിത്രയുമായി നിന്റെ ആങ്ങളെ ബന്ധം ഒഴിയാൻ പോകുമല്ലേ? സുമിത്രയ്ക്കൊരു മൂക്കിപ്പനി വന്നാൽ പോലും അവ ഇവിടെ വരുന്നത് എന്തിനാ? ശരണ്യ, ഞാൻ പറഞ്ഞാലൊന്നും ശ്രീ കേൾക്കില്ലമ്മേ. സരസ്യമ്മ, നിന്റെ ഭർത്താവിനെ നീ വരയിൽ നിർത്തുകയാണ് വേണ്ടത്. നീ അവനെ വിടരുത്. നീ ഇല്ലാതെ അവ ഇവിടെ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സുമിത്ര ഒന്നാമത് ഭർത്താവുമായി പിരിയാൻ നിൽക്കുക. നീ അങ്ങനെ സുമിത്രയുടെ കാര്യങ്ങളിൽ ഇട്ട് പെരുന്നത് അത്ര പന്തികേടല്ല മോളെ. സൂക്ഷിച്ചാൽ നിനക്ക് ദുഃഖിക്കേണ്ട. ശരണ്യ, പറഞ്ഞത് മനസ്സിലായമ്മേ, ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് ശരണ്യ ഫോൺ കട്ട് ചെയ്യുന്നു. സുമിത്ര സരസ്യമ്മ ഫോണിൽ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സരസ്യമ്മ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നടക്കുമ്പോൾ സുമിത്രയെ കാണുന്നു. സുമിത്ര, അമ്മ ഫോണിൽ ആരുടെ കാര്യമാ പറഞ്ഞേ? സരസ്യമ്മ, ഞാൻ എൻ്റെ മോളോടാ സംസാരിച്ചത്. സുമിത്ര, അത് മനസ്സിലായമ്മേ. അമ്മ ശരണ്യോട് എന്താ പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. സരസ്യമ്മ, ശ്രീകുമാറിന്റെ കാര്യം തന്നെ. അവ എപ്പോഴും നിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമെന്താ? സുമിത്ര, അമ്മയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മോന്റെ ജീവിതം തകർത്ത പോലെ മോളുടെ ജീവിതം തകർക്കരുതെന്നൊരു ഉപദേശമേ എനിക്ക് അമ്മയോടുള്ളൂ. ശിവദാസ് മേനോൻ ഈ സമയം അങ്ങോട്ട് വരുന്നു. സരസ്യമ്മ, അവൻ ശരണ്യെ കൂട്ടാതെ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് നല്ലതിനല്ല. മേനോൻ, ഞാൻ വിളിച്ചിട്ടാ ശ്രീ വരുന്നത്. അതിനിപ്പോൾ ആർക്കാ കുഴപ്പം? സരസ്വിക്കാണോ? സരസ്യമ്മ, അവൻ സുമിത്രയുടെ കാര്യം നോക്കാൻ ഇവിടെ വരേണ്ട കാര്യം എന്താ? അവൻ ശരണ്യയുടെ കാര്യം നോക്കിയാൽ പോരെ. സുമിത്ര, അമ്മേ, ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടും പിടിച്ചു നിൽക്കുന്ന എന്നെ മറ്റോരോ കാര്യങ്ങൾ പറഞ്ഞ് തളർത്താന്ന് അമ്മ കരുതണ്ട. ജന്മം കൊണ്ടല്ലെങ്കിലും സ്ത്രീ എന്നും എനിക്ക് കൂടപ്പിറപ്പാണ്. അതുകൊണ്ടാണ് ഈ കുടുംബവുമായുള്ള ബന്ധം പിരിയാറായിട്ട് സ്ത്രീ എനിക്ക് വേണ്ടി ഓടി നടക്കുന്നത്. ഇത്രയും പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുന്നു. മേനോൻ സരസ്വതിയമ്മയോടായി, നിന്റെ അസുഖം എന്താന്ന് മനസ്സിലായി സരസ്വതി. ഇനി മേല ഇങ്ങനെയുള്ള നമ്പറുകൾ പുറത്തെടുത്താ നിന്നെ ഇവിടെ നിന്നും പുറത്തിറക്കും കേട്ടല്ലോ. ഇത് പറഞ്ഞ് മേനോനും അവിടെ നിന്നും പോകുന്നു. അതേസമയം വേദികയുടെ വീട്ടില് ശീതള ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിക മുകളിൽ നിന്നും താഴേക്ക് വരുന്നു. ശീതള് ജോലിയൊന്നും ചെയ്യാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേദിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. വേദിക്ക് പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ശീതളിനോട് ദേഷ്യം കൂടുന്നു. വേദിക, ശീതൾ, നീ ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇതുവരെ നീ ഏത് ചെയ്തില്ലേ? ശീതൾ, എനിക്കിതൊന്നും പരിചയമില്ലാത്തതാ ആൻറ്റി. എൻ്റെ വീട്ടിൽ പോലും ഞാനിതൊന്നും ചെയ്തിട്ടില്ല. വേദിക, നിന്റെ വീട്ടിൽ നിന്റെ അമ്മയ്ക്ക് ഓഫീസിലൊന്നും പോകണ്ടല്ലോ. വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ, അതുകൊണ്ടാണ് അവൾ ചെയ്തോളും. ഞാനതുപോലല്ലല്ലോ, ഓഫീസിൽ പോകുന്നതല്ലേ. ശീതള്, ആൻറ്റി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ അമ്മയെ പറയരുതെന്ന്. വേദിക, നിന്റെ അമ്മയെ പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടോ? നിന്റെ അമ്മ നിന്നെ നല്ലത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് കേട്ട് വരുന്ന സിദ്ധാർത്ഥ്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടർന്നാലോ? നിങ്ങൾ തമ്മിൽ വഴക്കിടാതെ സന്തോഷത്തിൽ യോജിച്ചു പോകാൻ നോക്കൂടെ? ഇങ്ങനെ നിങ്ങൾ വഴക്ക് കൂടി പിരിയുന്നത് കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കുന്നത് നല്ലതാ. വേദിക, ഇവൾക്ക് ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്താൽ എന്താ സിദ്ധു? എനിക്ക് ആകെപ്പാടെ ഒരു സൺഡേ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കാന്ന് ആരും വിചാരിക്കണ്ട. ഇവളിവിടെ ചുമ്മാതിരിക്കുവല്ലേ. ശീതള, ഞാനിവിടെ ചുമ്മാ ഇരിക്കുവാന്ന് വെച്ച് ചെയ്തിട്ടില്ലാത്ത ജോലിയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ആൻറ്റി. സിദ്ധാർത്ഥ്, നിനക്ക് ഈ ഫ്ലോർ ഇപ്പോൾ തന്നെ ക്ലീൻ ആക്കണമെന്ന് എന്താ നിർബന്ധം? വേദിക, നിങ്ങൾ വഴക്കിടണ്ട, ഞാൻ ആളെ വെച്ച് ഫ്ലോർ ക്ലീൻ ചെയ്യിപ്പിക്കാം. വേദിക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഇവളുടെ ഈ ടെൻഡൻസി നല്ലതിനല്ല എന്ന് പറഞ്ഞ് വേദിക പുറത്തേക്ക് പോകുന്നു. ശീതള സിദ്ധാർത്ഥിനോടായിട്ട്, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്തോളാം. ഞാൻ കാരണം അച്ഛനൊരു പ്രശ്നം ഉണ്ടാവില്ല.
സിദ്ധാർത്ഥ് കുറ്റബോധത്തോടെ ശീതളിന്റെ മുന്നിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. വേദിക കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ മറ്റൊരു കാറ് എതിരെ വന്ന് നിൽക്കുന്നു. സമ്പത്തായിരുന്നു അത്. സമ്പത്ത്, രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ഓഫീസിലേക്കാണോ? സിദ്ധാർത്ഥ്, സമ്പത്തിനെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേദിക, നിങ്ങൾ എന്താ ഇവിടെ വന്നേ എന്റെ മോനില്ലാതെ? സമ്പത്ത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനാ വന്നത്. വേദിക, എന്തായാലും ഇപ്പൊ സമയമല്ല, ഓഫീസിൽ പോയിട്ട് വരുന്ന സമയത്ത് വരൂ. സമ്പത്ത്, നീ പറയുന്ന സമയത്ത് സംസാരിക്കാൻ നിന്റെ മുന്നിൽ ജോലി അന്വേഷിച്ച് വന്ന ആളല്ല ഞാൻ. ഇപ്പോ നിനക്ക് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ സംസാരിക്കില്ല. സിദ്ധാർത്ഥ്, സമ്പത്ത്, നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ അകത്തേക്ക് വരൂ. 3 പേരും അകത്തേക്ക് പോകുന്നു. ശീതള്, നിങ്ങളെന്താ ഓഫീസിൽ പോകാൻ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സമ്പത്ത് വരുന്നത് ശീതൾ കാണുന്നു. അവൾക്ക് സന്തോഷമായി. സമ്പത്ത്, ഞാൻ ഈ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ ശീതൾ എന്നെ വന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് വന്നത്. ശീതള്, താങ്ക് യു അങ്കിൾ. വേദിക, നീരവിന്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ, മറ്റൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമ്പത്ത്, നീരവിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി മറ്റു കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. സിദ്ധാർത്ഥ്, ഓക്കെ സമ്പത്ത്, നിങ്ങൾ പറയൂ. സമ്പത്ത്, നീരവിനെ വിട്ടു തരണമെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾ അനുസരിക്കണം. വേദിക, നിങ്ങൾ നീരവിനെ വെച്ച് വിലപേശുകയാണോ? നീരവിനെ നിങ്ങൾ വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. സമ്പത്ത്, അതൊക്കെ നിന്റെ ഇഷ്ടം. എൻ്റെ കണ്ടീഷൻസ് അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. വേദിക, നിങ്ങൾ നീരവിന്റെ കാര്യം പറയൂ. സമ്പത്ത്, നീ കോടതിയിൽ പോകുമെന്നല്ലേ പറഞ്ഞത്? കോടതിയിൽ പോയി നീരവിനെ സ്വന്തമാകൂ, എനിക്ക് പ്രശ്നമില്ല. എത്ര വർഷം വേണമെങ്കിലും ഞാൻ കേസ് പറയും. സിദ്ധാർത്ഥ്, നീരവിനെ വിട്ടുകിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സമ്പത്ത്, നീരവ് വേദിക്കൊപ്പം താമസിക്കണമെങ്കിൽ നിങ്ങളും മകളും ഈ വീട് വിട്ടു പോണം. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്താ സമ്പത്ത് ഈ പറയുന്നത്? സമ്പത്ത്, ഞാൻ പറയുന്നത് എൻ്റെ മോൻ്റെ ഫ്യൂച്ചർ ആലോചിച്ചാ. നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇത്രയും നാൾ എൻ്റെ മോനെ ഇവൾക്കൊപ്പം താമസിക്കാൻ അനുവദിച്ചത് ഇവൾ ഒറ്റയ്ക്കായതുകൊണ്ടാ. ഇപ്പോൾ അങ്ങനല്ലല്ലോ. പുതിയ താമസക്കാരൊക്കെ വരുമ്പോൾ എൻ്റെ മോനെ കുറിച്ച് എനിക്കും ടെൻഷൻ ഉണ്ടാകില്ലേ? പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാം. എൻ്റെ മോനെ ഞാൻ ഇവൾക്കൊപ്പം വിടണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മകളും ഈ വീട്ടിൽ നിന്നും പോണം. വേദിക, നിങ്ങൾ പകരം പോക്കുകയാണോ സമ്പത്ത്? സിദ്ധാർത്ഥ്, സമ്പത്ത്, ഞാൻ നീരവിനെ എൻ്റെ സ്വന്തം മോനെ പോലെയാ കാണുന്നത്. അവനെ ഇതുവരെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. സമ്പത്ത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണമുണ്ടോ? നിങ്ങൾ എൻ്റെ മോനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ മോളെ നിങ്ങൾ ഇതുവരെ സ്നേഹിച്ചിട്ടുണ്ടോ? ഭാര്യയും കുടുംബത്തെയും ഉപേക്ഷിച്ച് മറ്റൊരുത്തിയുടെ വീട്ടിൽ താമസിക്കാൻ വന്ന നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ മോനെ സ്നേഹിക്കാൻ സാധിക്കും? സ്വന്തം കുടുംബത്തെ പോലും ഇവൾക്ക് വേണ്ടി ഉപേക്ഷിച്ച ആളല്ലേ നിങ്ങൾ? നിങ്ങളുടെ മോളെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഏതായാലും പറയേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ കണ്ടീഷൻ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ എബ്രോഡ് പോകും. അപ്പോൾ ശരി, കാണാം എന്ന് പറഞ്ഞ് സമ്പത്ത് അവിടെ നിന്ന് പോകുന്നു. ശിവദാസ മോഹനന്റെ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുന്നു. മല്ലിക, സുമിത്രേച്ചി, ഫോൺ ബെല്ലടിക്കുന്നു. സുമിത്ര, നീ എടുക്കും മല്ലികയെ, എന്നിട്ട് ആരാന്ന് ചോദിക്ക്. മല്ലിക ഫോൺ എടുത്ത് സംസാരിക്കുന്നു. നിലീനയാണ് ഫോണിലെന്ന് മനസ്സിലാക്കിയ മല്ലിക ഫോൺ സുമിത്രയ്ക്ക് കൊടുക്കുന്നു. സുമിത്ര, ഹലോ നിലീന. നിലീന, നിന്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള സംരംഭം തുടങ്ങിയോ സുമിത്ര? സുമിത്ര, ഇല്ല നിലീന, കട എടുത്തിട്ടതേ ഉള്ളൂ. നിലീന, എന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുടങ്ങിക്കോ. പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. നിനക്ക് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി. വേറെ ആരോടും പൈസ ചോദിക്കാൻ നിൽക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം, നിന്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഒരു സിനിമാ താരത്തെ വിളിക്കാൻ പോകുക. അത് നിന്റെ ഭർത്താവും വേദിയും കണ്ട് കണ്ണ് തള്ളട്ടെ. സുമിത്ര, അയ്യോ അതൊന്നും വേണ്ട, ആരോടും പകരം ചോദിക്കാനല്ല ഞാൻ ഈ ഷോപ്പ് തുടങ്ങുന്നത്. നിലീന, നിന്റെ ഷോപ്പ് ഉദ്ഘാടനം ഒരു സിനിമാ നടി തന്നെ ഉദ്ഘാടനം ചെയ്യും, അതിൽ ഒരു മാറ്റവുമില്ല. സുമിത്ര, നിലീന, സിനിമാ താരം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നു. അതൊന്നും വേണ്ട നിലീന. നിലീന, നിന്റെ കട ഉദ്ഘാടനം ഏതായാലും സിനിമാ താരം തന്നെ ചെയ്യും സുമിത്ര. ഏതായാലും ഞാൻ ശ്രീകുമാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറഞ്ഞ് നിലീന ഫോൺ കട്ട് ചെയ്യുന്നു. മല്ലികയോട് നിലീന പറഞ്ഞ കാര്യങ്ങൾ സുമിത്ര വിവരിക്കുന്നു. മല്ലികയ്ക്ക് സന്തോഷമാകുന്നു. എന്നാൽ ഇതെല്ലാം സരസ്വതിയമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. സരസ്വതിയമ്മ ശരണ്യെ വിളിക്കുന്നു. ഡി ശരണ്യേ, നീ അറിഞ്ഞോ? സുമിത്രയുടെ കട സിനിമാ നടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. ശരണ്യ, സുമിത്രേച്ചിയുടെ കട സിനിമാ താരം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാനെന്ത് ചെയ്യാനാ അമ്മേ? സരസ്വതിയമ്മ, നീ ഒന്നും ചെയ്യാതെ ഇരുന്നോ അവിടെ. അമേരിക്കക്കാരി ഇപ്പോൾ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ, ഇതിനെല്ലാം ഓടി നടക്കുന്ന നിന്റെ ഭർത്താവും. അമേരിക്കക്കാരി അവനെ വിളിക്കുമെന്നും. അവനിങ്ങനെ ഓഫീസിൽ പോലും പോകാതെ സുമിത്രയുടെ പിറകെ ഓടി നടക്കുന്ന എന്തിനാ? നീ അവനെ പറഞ്ഞ് വിലക്കണം. ശരണ്യ, ഞാൻ പറഞ്ഞാലൊന്നും ശ്രീ കേൾക്കില്ല അമ്മേ. സരസ്വതിയമ്മ, നീ പറയുന്നതാണ് അവൻ കേൾക്കേണ്ടത്. നീ അവനെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ സിത്തു സുമിത്രയെ ഉപേക്ഷിച്ചതുപോലെയാകും നിന്റെ കാര്യം.
ശരണ്യ സരസ്വതി അമ്മയുടെ വാക്കുകളിൽ വീഴുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി.